അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ഇന്നലെ സർവകക്ഷി യോഗം ചേർന്നു. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് ലീഗ് പ്രതിനിധി തന്നെയാണ്, ലീഗ് എം പി തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്തത് മലയാള മാധ്യമങ്ങളോട്. അതിൽ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് വേണം മുന്നോട്ട് പോകാൻ എന്നതാണോ പ്രധാനമായും പ്രതിപക്ഷം ഊന്നുന്നത്? ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകം ചെയ്തു? പ്രതിപക്ഷത്തിനുള്ള പറയാനുള്ള കാര്യങ്ങൾ പ്രതിരോധ മന്ത്രി എഴുതിയെടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിൽ സർക്കാർ ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നു എന്നൊരു നിലപാടുണ്ടോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്? ഇല്ലല്ലോ. അല്ല, ഈ വിഷയത്തിൽ രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും കൺസേൺ ഉള്ള ഒരു സബ്ജക്റ്റാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞിരിക്കുന്നു, 3-ാം ദിവസത്തേക്ക് നമ്മൾ നിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച് മുഴുവൻ ഈ പറഞ്ഞ 5-6 ആളുകൾ വന്നിട്ട് ഗൺപോയിൽ വന്ന് രാജ്യത്തെ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ രാമചന്ദ്രൻ്റെ ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ക്രിമേഷന് ശേഷം ആ വീട്ടിലൊരു ബ്ലാങ്ക്നെസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് രാജ്യത്ത് മുഴുവൻ എല്ലാവർക്കും ഒരേപോലെ അഫക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് വലിയ കൺസേൺ ഉണ്ട്. കാരണം വലിയൊരു സുരക്ഷിതത്വം നമുക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം രാജ്യത്തിന്. പിന്നെ ഈ 5-6 ആളുകൾ അവിടെ വന്ന് ഇത് ചെയ്തിട്ട് വളരെ സ്കോട്ട് ഫ്രീ ആയിട്ട് അവർക്ക് നമ്മുടെ രാജ്യത്തെ വെല്ലുവിളിച്ചിട്ട് പോകാൻ സാധിക്കുമെന്ന് അവർ കരുതരുത്. ഇപ്പോൾ തന്നെ കമാൻഡർ ആരെയൊക്കെ വധിച്ചിട്ടുണ്ട് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. എനിവേ ഇവരെ സ്പെയർ ചെയ്യാൻ പറ്റില്ല. പോയിന്റ് ബ്ലാങ്കിൽ രാമചന്ദ്രൻ്റെ മകളുടെയും കൊച്ചുമക്കളുടെയും മുമ്പിൽ വെച്ച് നെഞ്ചിലേക്ക് നിറയൊഴിച്ചപ്പോൾ ഓരോ ഇന്ത്യക്കാരൻ്റെയും നെഞ്ചിലേക്കാണ് നിറയൊഴിച്ചിരിക്കുന്നത്. അതുപോലെ എത്രയോ ആളുകൾ. അപ്പോൾ ഈ കൊലപാതകം ചെയ്ത ആളുകളെ നമ്മൾ എങ്ങനെയാണ് എപ്പോൾ ആൾ പിടിക്കപ്പെടുന്നത് അല്ലെ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ആളുകളെ കണ്ടെത്തണം. പാകിസ്ഥാൻ്റെ കൈ തീർച്ചയായിട്ടും ഉണ്ടാകും, ISI ഉണ്ടാകും അതിനകത്ത്. അതിൻ്റെയൊക്കെ തിരിച്ചടിക്കൽ അത്തരം ഇഷ്യൂസ് ഉണ്ടല്ലോ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യത്തിലൊക്കെ അത് നടത്തണം. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ടൈമൊക്കെ ഫിക്സ് ചെയ്യട്ടെ, ഗവൺമെൻറ് പിന്നെ പ്രതിപക്ഷമായിട്ട് സംസാരിക്കണമെങ്കിൽ സംസാരിക്കട്ടെ, അതൊക്കെ. പക്ഷേ ഞങ്ങളുടെ കൺസേൺ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാര്യത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ എത്രത്തോളം മുന്നേറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയും അവിടെ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സൊക്കെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ലാപ്സസ് ഉണ്ടായിരുന്നോ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൺസേൺ ഉണ്ട്. പക്ഷേ ഇതൊന്നും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്താനല്ല, ജനങ്ങൾ വറീഡായിപ്പോയി. കാരണം നമ്മൾ ഏറ്റവും അധികം സുരക്ഷിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് വന്നിട്ട് 4-5-6 ആളുകൾ വന്ന് നമ്മളെ വെടിവെച്ചിട്ടിട്ട് അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. ഞാനിപ്പോൾ അതിൻ്റെ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയായിരുന്നു. നമുക്കതിനെക്കുറിച്ച് അവിടുത്തെ അതിർത്തികളെ കുറിച്ച് അറിയില്ല. പക്ഷേ ഒരു വശത്ത് വനപ്രദേശമാണ്, കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ലൈൻ ഓഫ് കൺട്രോളുണ്ട്. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ തോന്നുമ്പോൾ വന്നിട്ട് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സഹോദരങ്ങളെ വെടിവെച്ചിട്ടിട്ട് പോയി രക്ഷപ്പെടാമെന്ന് കരുതുന്നു. അത് ഭയങ്കര ഹോണ്ടിങ് ആണ്, അത് വലിയ കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മേലുള്ള നടപടികളെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനെ സംബന്ധിച്ച് പ്രതിപക്ഷത്തിന് നമ്മളെല്ലാവരും വിളിച്ചു പറയണമെന്നല്ല, പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളും ഒന്നിച്ചാണല്ലോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൺസൾട്ടേഷൻ ഉണ്ടാകണം, ഇൻഫോംഡ് ആയിട്ട് ചെയ്യാവുന്ന കാര്യം ഇൻഫോംഡ് ആയിട്ട് ചെയ്യണം. അത് പാനിക് സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ നമുക്ക് കൺസേൺ ഉണ്ട്, അത് അഡ്രസ്സ് ചെയ്യപ്പെടണമെന്നാണ് പറഞ്ഞത്. പിന്നെ പ്രതിപക്ഷം പറഞ്ഞ ഒരു കാര്യത്തിൽ ഈ നമ്പർ ഓഫ് സോൾജേഴ്സിൻ്റെ എണ്ണം കുറച്ച വിഷയത്തിലൊക്കെ അതൊക്കെ ഒരു ലാർജർ ഇഷ്യൂ ആണ്. ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മാത്രമല്ല, ലാർജർ ഇഷ്യൂ ആണ്. നമ്മുടെ സേഫ്റ്റി എവിടെയെങ്കിലും ബാധിക്കുന്ന തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടോ, ആ കൺസേൺസ് ഒക്കെ റേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഇത് തിരിച്ചടിക്കുകയാണ്. അത് നമ്മളെ ആളുകളെ ഈ പറഞ്ഞ 5-6 ആളുകൾ മാത്രമല്ല, അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ, അവരുടെ സംഘടനകൾ, ISI, പാകിസ്ഥാൻ, എല്ലാത്തിനെയും ഒന്നിനെ പോലും സ്പെയർ ചെയ്യാൻ പാടില്ല എന്നുള്ള ആ ഒരു മൂഡിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ മറ്റ് കൺസേൺസിനെയും കൂടെ അത് മുന്നോട്ട് പോകുന്ന സമയത്ത് അഡ്രസ്സ് ചെയ്ത് പോകണം. ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല. ഈ 2.5 ലക്ഷം ജനങ്ങൾ കഴിഞ്ഞ വർഷം പോയതും ഈ വർഷം പോയവരുമൊക്കെ അവരുടെ സേഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ പോയവരാണല്ലോ. അപ്പോൾ നാളെ ഇനിയും അത് വേണ്ട, നമ്മൾ ടൈറ്റൻ ചെയ്യണം, ഇത്തരം സ്ഥലങ്ങൾ ടൈറ്റൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.